പ്രാർത്ഥനയോടെ അല്പസമയങ്ങൾ കൂടെ നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം നമ്മളോട് സംസാരിക്കട്ടെ. വളരെ പരിചയമുള്ള ഒരു ദൈവജന ഭാഗത്തോട്ട് നിങ്ങളുടെ ശ്രദ്ധയെ തിരിച്ച് ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. We'll go to the book of Isaiah. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലോട്ട് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ചാപ്റ്റർ 45 വേഴ്സസ് 1 to 3. 45 അധ്യായം 1 തൊട്ട് 3 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചാണ്. Thank you, Shiva sister, for reading those verses aloud. In fact, today I wanted to preach from one session of the passage here. We're going to meditate from chapter 44, verses 24 to chapter 45, verse 3. ഞാൻ എല്ലാം വായിക്കാൻ ആഗ്രഹിച്ചില്ല, അതുകൊണ്ടാണ് അത്രയും ഭാഗങ്ങൾ മാത്രം വായിച്ചത്. സ്തോത്രം. വളരെ പരിചയമുള്ള ദൈവത്തിൻ്റെ വചനഭാഗമാണ് ഇന്ന് പകൽക്കാലം നമ്മൾ വായിക്കുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. And when we come to church, everyone comes with a different mindset, right? Everyone are in different level. നമ്മളെല്ലാവരും സഭയിലോട്ട് കടന്നു വരുമ്പോൾ പല രീതിയിൽ പല ലെവലിലാണ് നാം. Some come with a lot of faith, and some come with lot of fatigue, right? And some people, others, they come with a mix of little bit of faith and a little bit of fatigue. അല്ലേ, പലരും പല രീതിയിലാണ്. കുറച്ച് പേര് നല്ല വിശ്വാസത്തോടെ കടന്നു വരും, കുറച്ച് പേര് ക്ഷീണത്തോടെ കടന്നു വരും, കുറച്ച് പേര് ഇത് രണ്ടും കൊണ്ട് വരും. Some walk in with lots of joy in their heart. ചിലർ ഒത്തിരി സന്തോഷത്തോടെ കടന്നു വരും. Some come with lots of questions, sometimes quiet questions in their heart. അല്ലേ, ഞാൻ നിങ്ങൾ ഇന്ന് രാവിലെ വന്ന രീതിയാണ് പറയുന്നത്. പ്രൈസ് ഗോഡ്. ചിലർ ചോദ്യങ്ങളുമായിട്ട് കടന്നു വരും, ചിലർ ഭയങ്കര സന്തോഷത്തോടെ കടന്നു വരും. പ്രൈസ് ഗോഡ്. സോ we all are in different level. നമ്മൾ പല രീതിയിലാണ്. And but some come with the mindset that I need to be rebuilt. എനിക്കൊന്ന് റിസ്റ്റോർ ആകണം, എനിക്കൊന്ന് പുനഃസ്ഥാപിക്കപ്പെടണം. There is problems in my life. Praise God. And everyone has challenges, right? There is no one present in this hall who does not have any challenge in their life. എല്ലാവർക്കും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, അല്ലേ? പ്രശ്നങ്ങളില്ലാത്ത ആരും ഇവിടെ ഇല്ല. Praise God. So and when people look into their life, they say different words. പല കാര്യങ്ങൾ പറയുന്നത്. When we look into our life, this is broken. എൻ്റെ ജീവിതം എന്താണ്? അത് ബ്രോക്കൺ ആണ്. ചിലർ പറയും this is a ruin. This is ruined. ഇത് പിന്നെ ഇടിഞ്ഞു കിടക്കുന്ന ജീവിതമാണ് എൻ്റെത്. But some says my life needs to be what? Rebuilt. Praise God. So that is a different perspective. It does not mean that there is no problem. There is problem, there are challenges, but I need to be what? Rebuilt. I need to be restored. And today I'm going to talk about a God who can restore us. Praise God. നമ്മെ പുനഃസ്ഥാപിക്കുവാൻ കഴിവുള്ള, നമ്മെ മടക്കിക്കൊണ്ട് വരുവാൻ കഴിവുള്ള, നമ്മെ ഒന്നുകൂടെ പുനഃസൃഷ്ടിക്കുവാൻ കഴിവുള്ള ഒരു ദൈവത്തെപ്പറ്റി സംസാരിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. Praise God. So in chapter 45, in fact when you read from chapter 44 verses 24 to chapter 45 verse number 3, all that we see is a God
who can rebuild his people. ഇന്ന് പകൽക്കാലം എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? My God can restore me. My God can rebuild me. എൻ്റെ ദൈവത്തിന് എന്നെ പുനഃസ്ഥാപിക്കുവാൻ കഴിയും. എൻ്റെ ദൈവത്തിന് എൻ്റെ ജീവിതത്തെ റിസ്റ്റോർ ചെയ്യുവാൻ. No matter how ruined my life is, no matter how broken my life is, my Lord can rebuild. Praise God. Hallelujah. But when you read these passages, the question is not, can God restore? ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിന് എന്നെ റിസ്റ്റോർ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതല്ല ചോദ്യം. ബട്ട് ദ ക്വസ്റ്റ്യൻ ഈസ്, ഹൂ ഈസ് ദിസ് ഗോഡ് ഹൂ ഈസ് ഹൂ പ്രോമിസസ് റെസ്റ്റോറേഷൻ? പ്രൈസ് ഗോഡ്. എൻ്റെ ദൈവത്തിന് റിസ്റ്റോർ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതല്ല ചോദ്യം ഇതാണ്. ആമേൻ, സ്തോത്രം. എന്നെ പുനഃസ്ഥാപിക്കാം, എന്നെ റിസ്റ്റോർ ചെയ്യാമെന്ന് പറയുന്ന ഈ ദൈവം ആരാണ്? Who is this God? You know, the question is how damaged things are. ജീവിതം എത്ര ഡാമേജ്ഡ് ആയിട്ടുണ്ട് എന്നുള്ളതല്ല ക്വസ്റ്റ്യൻ. പ്രൈസ് ഗോഡ്. The question is, who is doing the rebuilding? ആരാണ് പുനഃസ്ഥാപിക്കാൻ പോകുന്നത്? If the right person is going to restore me, it doesn't matter how damaged my life is, I am going to be perfectly fine. Praise God. You know, നമ്മുടെ ജീവിതത്തിലെ പ്രശ്നം എത്ര ദുരിതപൂർണമാണെങ്കിലും, നാം എത്രമാത്രം റൂയിൻഡ് ആയിട്ടുണ്ട്, എത്രമാത്രം ഇടിയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതല്ല ചോദ്യം. മറിച്ച് എന്നെ റിസ്റ്റോർ ചെയ്യാൻ പോകുന്ന ആള് യഥാർത്ഥയാളാണെങ്കിൽ, ഞാൻ യഥാർത്ഥ കറക്റ്റായിട്ടുള്ള ആളിൻ്റെ കയ്യിലാണെങ്കിൽ, അവൻ പുനഃസ്ഥാപനം കഴിയുമ്പോൾ ഞാൻ പെർഫെക്റ്റ്ലി ഫൈൻ ആയിരിക്കും. Praise God. So I'm going to talk about a God who can rebuild us. നമ്മെ റിസ്റ്റോർ ചെയ്യുവാൻ കഴിയുന്ന ദൈവത്തെ പറ്റി അല്പസമയം സംസാരിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. And when you read this words, especially chapter 44 verse 24 to chapter 45 verse number 1, it reminds us that God who promises restoration, the God who promises a re-establishment, is not a small God. Is not a limited God. Not an emotional God who reacting to circumstances. Praise God. But the creator of the universe. Praise God. നമ്മളെ റിസ്റ്റോർ ചെയ്യാമെന്ന് വാഗ്ദത്തം ചെയ്യുന്ന ദൈവം ഒരു ചെറിയ ദൈവമല്ല, പരിമിതികളുള്ള ദൈവമല്ല. അവൻ വൈകാരികമായി മനുഷ്യൻ ചെയ്യുന്നത് പോലെ എല്ലാത്തിനും എടുത്തു ചാടി പ്രതികരിക്കുന്ന ദൈവമല്ല. മറിച്ച് ആരാണ് ഈ ദൈവം? യൂണിവേഴ്സിനെ നിർമ്മിച്ച ദൈവമാണ്, പ്രപഞ്ചത്തെ നിർമ്മിച്ച ദൈവമാണ്. പ്രൈസ് ഗോഡ്. ഇറ്റ് മീൻസ് if he can create things out of nothing, he is more than able to restore anything that is broken. Praise God. ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലത്തെയും നിർമ്മിക്കുവാൻ, സൃഷ്ടിക്കുവാൻ ഈ ദൈവത്തിന് കഴിയുമെങ്കിൽ, സ്തോത്രം, ഏത് ഇടിഞ്ഞു കിടക്കുന്നതിനെയും റിസ്റ്റോർ ചെയ്യുവാൻ, പുനർനിർമ്മിക്കുവാൻ അതിലും ഭംഗിയായിട്ട് ദൈവത്തിന് കഴിയും. You get me? If he can create things, he can recreate in a far better way. Praise God. Hallelujah. ആമേൻ, സ്തോത്രം. എന്താണ് ഈ ഭാഗങ്ങളിൽ നമ്മൾ വായിക്കുന്നത്? ചാപ്റ്റർ 44 നമ്മൾ കടന്നു വരികയാണ്. ചാപ്റ്റർ 44 verses 24 onward. 24 വാക്യം. Thus says the Lord, your Redeemer and the one who formed you from the womb. I, the Lord, I am the maker of all things, stretching out the heavens by myself and spreading out the earth all alone. Praise God. God is saying, I made the heavens, I spread out the earth, and I did it alone. Praise God. ഞാൻ ആകാശത്തെ വിരിച്ചു, ഭൂമിയെ നിർമ്മിച്ചു, ഞാൻ തന്നെയാണ് ചെയ്തത്. Without anybody's help, ആരുടെയും സഹായമില്ലാതെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്ത കാര്യമാണിത്. ആമേൻ. പ്രൈസ് ഗോഡ്. So if I can make things out of nothing, I can restore you.
എനിക്ക് ഇത്ര ഭംഗിയായി ആരുടെയും സഹായമില്ലാതെ ഈ ആകാശത്തെയും ഭൂമിയെയും ഈ കാണുന്ന സകലത്തെയും നിർമ്മിക്കുവാൻ കഴിയുമെങ്കിൽ തകർന്ന നിന്റെ ജീവിതത്തെ പുനർനിർമ്മിക്കുവാൻ എനിക്ക് അതിലും ഭംഗിയായി കഴിയും. And that is the promise of our God. Praise God. And think about this. ഇതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ചാട്ടെ. You bought something very expensive, valuable, okay, in your house. And it's really expensive. If it is something inexpensive, we don't care about it. But this expensive, this valuable thing, നിങ്ങൾ വാങ്ങിച്ചത്, it breaks. അത് something എന്നോട് സംഭവിച്ചു. The first question we will ask, who is the manufacturer? Right? And we don't want any random person to just walk in and fix it. Because it's really, അല്ലേ, നമ്മളൊരു കാര്യം എന്താണെങ്കിലും നല്ല വിലയുള്ള സാധനമാണ്, നിങ്ങൾ വാങ്ങിച്ച് വീട്ടിൽ വെച്ചു, അതിനെന്തോ കുഴപ്പം പറ്റിയാൽ ആര് വന്ന് നന്നാക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? മാനുഫാക്ചറെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യും. റൈറ്റ്? ബിക്കോസ് you want the manufacturer to walk in, because the manufacturer knows how to best fix it. Praise God. അപ്പോൾ ആമേൻ, സ്തോത്രം. God is saying here, I am not guessing how to restore you. എന്നുവെച്ചാൽ, praise God, I designed you so I don't have to guess. Praise God. ഒരു റാൻഡം പേഴ്സൺ ആണെങ്കിൽ വന്നിട്ട് ഒന്ന് ചിന്തിക്കും, ഇതെങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം. പക്ഷെ മാനുഫാക്ചർ ആണെങ്കിൽ he knows it. Praise God. ഇതാണ് ഇവിടെ പറയുന്നത്. ദൈവം ഇവിടെ പറയുകയാണ്, ആമേൻ, സ്തോത്രം, I am the manufacturer of your life and I know how to fix what I made. Praise God. ഞാനാണ് നിന്നെ നിർമ്മിച്ചത്. നിന്റെ ജീവിതത്തിന് ഒരു പരാജയം സംഭവിച്ചാൽ, ആമേൻ, അത് എങ്ങനെ ഫിക്സ് ചെയ്യണമെന്ന് എനിക്കറിയാം. Praise God. He knows it. Amen. Praise God. കാരണം He is the manufacturer of our life. Amen. Stotram. Hallelujah. ദൈവമാണ് നമ്മെ നിർമ്മിച്ചത്. Let me tell you, my beloved, God is, God is not saying, praise God, or He is not experimenting something. When He comes down to restore your life, He is not experimenting. അവനൊരു എക്സ്പെരിമെന്റ് ചെയ്യാനല്ല ദൈവം ഇറങ്ങി വരുന്നത്. He has experiences, and I would say He has eternal experiences, and He is the ultimate expert builder. Hallelujah. എൻ്റെ ദൈവത്തെ പോലെ ഭംഗിയായി ബിൽഡ് ചെയ്യാൻ സാധിക്കുന്ന വേറെ ആരുമില്ല. Psalms 127 verse 1 says, unless the Lord builds the house, the labor, in vain who build it. സ്തോത്രം. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ എന്ത് ചെയ്യുകയാണ്? വൃഥ അധ്വാനിക്കുന്നു. Our lives and our families, praise God, hallelujah, are not something that can be built or restored on our own. Praise God, hallelujah. It is only with the help of the one who created our life. It is with the help of the one who established our family. It can be rebuilt or restored. ഇന്ന് പകൽക്കാലം പറയട്ടെ, നിന്റെ സ്വന്തം പണി കൊണ്ടോ, നിന്റെ സ്വന്തം മിടുക്ക് കൊണ്ടോ, നിന്റെ സ്വന്തം സ്കില്ല് കൊണ്ടോ പണിയപ്പെടുവാനോ റിസ്റ്റോർ ചെയ്യുവാനോ സാധിക്കുന്നതല്ല നിന്റെ ജീവിതവും നിന്റെ കുടുംബവും. ആരാണ് അതിനെ പണിയുകയും ആരാണ് അതിനെ നിർമ്മിക്കുകയും ചെയ്തത്? ആ ദൈവത്താൽ മാത്രമേ സാധിക്കത്തുള്ളൂ. Praise God. And He is the ultimate expert builder, and He can do it in the finest ways. ഏറ്റവും ഭംഗിയായി ചെയ്യുവാൻ ആർക്ക് കഴിയും? എൻ്റെ ദൈവത്തിന് കഴിയും. And when we talk about it, you see God creating things in where? Genesis chapter 1, right? And when you come to John chapter 1, I'm saying in a theological way, praise God, that is where we see, the writer uses the same language. അവിടെ എന്താണ് നമ്മൾ കാണുന്നത്? He recreates things. സൃഷ്ടിക്കുവാനും പുനഃസൃഷ്ടിക്കുവാനും കഴിവുള്ള ദൈവം. ജെനസിസ് ഒന്നാമത്തെ അധ്യായം ഒന്നാം വാക്ക് വായിക്കുമ്പോൾ ആ ലാംഗ്വേജ് നമ്മൾ കാണുന്നത് ദൈവം സൃഷ്ടിക്കുകയാണ്. അതേ സെയിം ലാംഗ്വേജ് നമ്മൾ എവിടെ കാണുന്നു?
യോഹന്നാൻ 1:1 തൊട്ട് താഴോട്ട് കാണുന്നു. അവിടെ എന്താണ് ചെയ്യുന്നത്? സൃഷ്ടിയല്ല, പുനഃസൃഷ്ടിയാണ്. So he uses the same language. In other words, when God recreates, he recreates things in the same seriousnesses of he created. Praise God. ദൈവം സൃഷ്ടിച്ച അതേ ലെവലിലും അതേ സീരിയസ്നെസ്സിലും തന്നെയാണ് ദൈവം റീക്രിയേറ്റ് ചെയ്യുന്നത്. ഇൻ അതർ വേർഡ്സ്, when God recreates, praise God, you won't be labeled as refurbished. അല്ലേ? നമ്മൾ റീഫർബിഷ്ഡ് എന്ന് അറിയാമല്ലോ. നമുക്ക് ഈ മാർക്കറ്റിൽ ഒരുപാട് റീഫർബിഷ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടാൻ, ചീപ്പാണെങ്കിൽ നമ്മൾ പോയി വാങ്ങിക്കുകയും ചെയ്യും. ആരെങ്കിലുമൊക്കെ യൂസ് ചെയ്തതായിരിക്കും, ആരെങ്കിലുമൊക്കെ റിട്ടേൺ ചെയ്തതായിരിക്കും. പക്ഷേ ഇച്ചിരി വില കുറഞ്ഞ് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പോയി. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ന്യൂ, റീഫർബിഷ്ഡ്. കാരണം അത് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് ഫിക്സ് ചെയ്തിട്ട് അവിടെ കൊണ്ട് വിൽക്കാൻ വെച്ചിരിക്കുകയാണ്. ബട്ട് വെൻ ഗോഡ് റീക്രിയേറ്റ്സ്, യു വോണ്ട് ബി ലേബിൾഡ് ആസ് റീഫർബിഷ്ഡ്. കാരണം പ്രൈസ് ഗാഡ്, ഹി റീക്രിയേറ്റ് യു വിത്ത് ദ സെയിം സീരിയസ്നെസ് ഓഫ് ക്രിയേറ്റിംഗ് സംതിങ്. അതിൻ്റെ അർത്ഥം, once you have been restored by the Lord, you are going to be, amen, brand new again. Hallelujah. ദൈവം നിന്നെ, ആമേൻ, സ്തോത്രം, റിസ്റ്റോർ ചെയ്ത് കഴിയുമ്പോൾ, ആമേൻ, നീ പുതിയതുപോലെ ആയിത്തീരും. പ്രൈസ് ഗോഡ്. ആമേൻ, നിന്റെ സകല അവയവത്തെയും, ആമേൻ, he can praise God, we can make yourself new. Hallelujah. ദൈവത്തിന് നിന്നെ പുതുതാക്കാൻ തക്കവണ്ണം സാധിക്കും. ആമേൻ, the complete organs of your body, the complete life, he can recreate as if he creates it from nothing. Hallelujah. നിന്നെ പുതുതാക്കി, ആമേൻ, സ്തോത്രം, ആമേൻ, പുനഃക്രമീകരിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. സ്തോത്രം. ആമേൻ. So you must know in whose hands you are in. ആരുടെ കയ്യിലാണെന്ന് ഇന്ന് പകൽക്കാലം നമ്മൾ മനസ്സിലാക്കണം. ആമേൻ. Especially this is the beginning of the year, and in this year, all of the rest of the days of 2026, you are in the hands of the maker and the creator of this universe, who can recreate you and who can restore you. 2026 ഓരോ ദിവസങ്ങളിലും നീ ആ കരങ്ങളിലാണ്. നിന്നെ റിസ്റ്റോർ ചെയ്യുവാനും നിന്നെ പുനഃസൃഷ്ടിക്കുവാനും കഴിവുള്ള ദൈവത്തിന്റെ കരങ്ങളിലാണ്. So you are safe in the hands of the Lord. Now, when God recreates, there is something more in that. ദൈവം റീക്രിയേറ്റ് ചെയ്യുമ്പോൾ കുറച്ചേറെ കാര്യങ്ങൾ അതിനകത്തുണ്ട്. അതെന്തെന്ന് ചോദിച്ചാൽ, when you read chapter 44, verse 25, he not only recreate ചെയ്യുക മാത്രമല്ല, but the creator God also cancel the plan of the enemy who stands against your life. നിങ്ങൾ കാര്യം, the moment God plans to recreate, enemy will rise up. അല്ലേ? ഏത് നിമിഷം ദൈവം നിന്നെ റിസ്റ്റോർ ചെയ്യാൻ തുടങ്ങുന്നു, ആ സമയത്ത് ശത്രു അവൻ്റെ സകല സ്ട്രാറ്റജിയുമായിട്ട് എഴുന്നേറ്റ് നിൽക്കും. പ്രൈസ് ഗോഡ്. ബിഫോർ റിസ്റ്റോറേഷൻ യു വിൽ ഫീൽ ദാറ്റ് ഫൈറ്റ്. പ്രൈസ് ഗോഡ്. റിസ്റ്റോറേഷൻ അത്ര സിമ്പിളായിട്ടൊന്നും നടക്കത്തില്ല. കാരണം Satan doesn't want you to be recreated. He wants to see your life ruined. At the moment God plans the recreation, he will stand against you. So what God does is, God not only builds, but he also blocks. എന്താണെന്നറിയാമോ? അത് വായിച്ചാൽ അതിൻ്റെ chapter 44, verse number 25, causing the elements of boasters to fail, making fools out of diviners, causing wise men to draw back, and turning their knowledge into foolishness. Who does this? The God who promises restoration blocks the plan of the enemy against your life. ആമേൻ. സ്തോത്രം. ഇത് നമുക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. So it is always good to be in the hands of the Lord.
കാരണം ദൈവം ചെയ്യാൻ തുടങ്ങുമ്പോൾ ദൈവത്തിന് അറിയാം from where the enemy is going to come up, and he blocks right there. ആമേ സ്തോത്രം. മലയാളത്തിൽ എന്താണ് നമ്മൾ വായിക്കുന്നത്? ഞാൻ ജൽപ്പന്മാരുടെ ശകുനങ്ങളെ വ്യർത്ഥമാക്കുകയും പ്രശ്നക്കാരെ ഭ്രാന്തന്മാരാക്കുകയും ജ്ഞാനികളെ മടക്കി അവരുടെ ജ്ഞാനത്തെ ഭോഷത്വമാക്കുകയും ചെയ്യുന്നു. ആൻഡ് ഐ വിൽ മേക്ക് ദ റെസ്റ്റോറേഷൻ സ്മൂത്ത് ആൻഡ് ക്ലിയർ. Praise God. ദൈവം നമുക്ക് വേണ്ടി, he frustrates the plans of the enemies, confuses the false wisdom, turns strategies upside down. Praise God. Hallelujah. ഇതെല്ലാം കൂടെ ചെയ്തിട്ട്, I mean, there is a verse in Proverbs. Proverbsനകത്ത് ഇങ്ങനെ ഒരു വാക്യമുണ്ട്. That is chapter 21 and verse number 30. യഹോവയ്ക്കെതിരെ ജ്ഞാനമില്ല, ബുദ്ധിയുമില്ല, ആലോചനയുമില്ല. There is no wisdom and no understanding and no counsel against the Lord. Which means enemy cannot stand against your God who is going to do the restoration. Praise God. The pagalkalam, I mean, we are so afraid about the plans of the enemy. കാരണം നമ്മേക്കാൾ നന്നായിട്ട് ആര് പ്ലാൻ ചെയ്യും? എനിമി പ്ലാൻ ചെയ്യും. ഹീസ് റിയലി സ്ട്രാറ്റജി. എനിമിയുടെ സ്ട്രാറ്റജി ഭയങ്കര, നമ്മളെക്കാൾ മികച്ചതായിട്ട് the enemy പ്ലാൻ ചെയ്യും. Praise God. So God is saying that the enemy, they can have meetings, they can have strategies, and they can have all the backup plans, but God needs one word. Praise God. He just smiles and says, denied. That's it. Praise God. നമ്മൾ പേടിക്കുന്നതിനെ എല്ലാം ഒറ്റ വാക്കുകൊണ്ട് എൻ്റെ ദൈവം തീർത്ത് കളയും. Praise God. സ്തോത്രം. So when God rebuilds, amen, praise God, lots of things happens. Not only that, I like the strategy of God here. ദൈവത്തിൻ്റെ സ്ട്രാറ്റജി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയാണ്. When God rebuilds, verse number 26 ഒന്ന് വായിച്ചാട്ട്. Verse number 26. Praise God. So when God speaks, when God does the restoration, he speaks. Praise God. ദൈവം ഈ restoration തുടങ്ങുമ്പോൾ ദൈവം സംസാരിക്കുകയാണ്. He speaks to the ruins. ഇടിഞ്ഞു കിടക്കുന്നതിനെ നോക്കി ദൈവം സംസാരിക്കുകയാണ്. God says Jerusalem will be rebuilt. The ruins will be raised. Praise God. Let me tell you, God speaks before anything changes. Praise God. ദൈവം സംസാരിക്കും. ദൈവം ചേഞ്ച് വരുന്നതിന് മുൻപ്, praise God, ദൈവം, he not only speaks, if you read, he declares it. Praise God. He looks to the ruins and he speaks and declares it that it will be rebuilt. Now, praise God. When did Isaiah spoke this? So in other words, God is speaking through Isaiah. ദൈവം യെശയ്യാവിൽ കൂടെ സംസാരിക്കുകയാണ്. When did he speak? എപ്പോഴാണ് സംസാരിച്ചത്? Almost 100 years before the ruin has happened. 100 വർഷം മുൻപ്. സ്തോത്രം. ഇവര് ബാബിലോണിയൻസ് വന്ന് കീഴടക്കുന്ന ഒരു 100 വർഷം മുൻപ്. Praise God. Let me tell you, not only that, almost 200 years before the restoration has happened. Praise God. ഈ restoration നടക്കുന്നതിന് 200 വർഷം മുൻപ് ദൈവം പറയുകയാണ്, praise God, the ruins will be rebuilt. Years have passed. Praise God. സംവത്സരങ്ങൾ മാറിപ്പോയി. സ്തോത്രം. യെരുശലേം ഇടിഞ്ഞുപോയി. But after 200 years, the word spoken by my Lord has come to pass. 200 വർഷത്തിന് മുൻപ് ദൈവം സംസാരിച്ച വാക്കുകൾ പിന്നീട് സംഭവിച്ചു. After 200 years, the Jerusalem has been rebuilt. Hallelujah. Because my God spoke to the ruins. ഇന്ന് പകൽക്കാലം നിന്റെ ഇടിവുകളെ നോക്കി സംസാരിക്കുന്ന ദൈവമാണ്.
പ്രൈസ് ഗോഡ്. ഇടിഞ്ഞു കിടക്കുന്ന, റൂയിൻഡായി കിടക്കുന്ന, തകർന്നു കിടക്കുന്ന, ബ്രോക്കനായി കിടക്കുന്ന നിന്റെ ജീവിതത്തെ നോക്കിക്കൊണ്ട് എൻ്റെ ദൈവം സംസാരിക്കും. I am going to rebuild it again. I am going to restore it again. Hallelujah. When God speaks, it will come to pass. Amen. എത്ര പേർ ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നുണ്ട്? ആമേൻ. സ്തോത്രം. You shall be inhabited. You shall be built. I will raise them up. Praise God. You know, God speak to the ruins. God speak to the empty places. Amen. Praise God. God speaks to what looks hopeless. Hallelujah. Hopeless ആയിട്ട് കിടക്കുന്നതിനോട്, ശൂന്യമായി കിടക്കുന്നതിനോട്, ഇടിഞ്ഞ് കിടക്കുന്നതിനെ നോക്കിക്കൊണ്ട് ദൈവം സംസാരിക്കുകയാണ്. ഞാൻ റീബിൽഡ് ചെയ്യാൻ പോകുകയാണ്. ആമേൻ. സ്തോത്രം. It is just like the prophet spoke to the dry bones. ഉണങ്ങിയ അസ്ഥികളെ നോക്കിക്കൊണ്ട് എന്തു പറഞ്ഞു? പ്രവാചകരോട് എന്തു പറഞ്ഞു? You speak the word of God. ദൈവത്തിന്റെ വചനം സംസാരിക്കാൻ പറഞ്ഞു. And after a while, amen, praise God, the word of God has done the work. Praise. പ്രവാചകരൊന്നും ചെയ്തില്ല. Praise God. The prophet did not do anything. He did not have the caliber or the capacity to do anything. Praise God. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് തോന്നും. God took him to the valley of the dry bone and he asked a question. ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം എന്തെന്നറിയാമോ? Verse number 3 on the chapter 30, Ezekiel chapter 37, verse number 3, son of man, can these bones live? Amen. Astigala. And what was the answer of the prophet? Lord, oh Lord God, you know. നിനക്കറിയാം. അതിനകത്തെല്ലാം ഉണ്ട്. കാരണം, Lord, I haven't heard about such a thing in my lifetime. Not even in the history. And I cannot do it with, not I can, but none of the human being can do it with their human ability. Praise God. ഒരു മനുഷ്യനും അവൻ്റെ കഴിവ് കൊണ്ട് ഇത് ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ ജീവിതകാലത്ത് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടില്ല. എൻ്റെ ജീവിതകാലത്ത് മാത്രമല്ല, ചരിത്രത്തിലും ഇതുപോലൊരു കാര്യം സംഭവിച്ചിട്ടില്ല. So God, this is out of my league. This is out of my knowledge. Praise God. This is out of my scope. I don't have any answer. Praise God. Then God says, if you don't have any answer, if you don't have any idea, if you haven't seen such a thing happening in your lifetime or in the history, start speaking the word of God. Praise God. ഇത് നിന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലെങ്കിൽ, ചരിത്രത്തിൽ നടന്നിട്ടില്ലെങ്കിൽ, നിന്നെ കൊണ്ട് കഴിയാത്ത കാര്യമാണെങ്കിൽ, നിന്റെ ലീഗിന് പുറത്തുള്ള കാര്യമാണെങ്കിൽ, ഒറ്റ കാര്യം ചെയ്യും. നിനക്കറിയത്തില്ലെങ്കിൽ വചനം സംസാരിക്കുക. And my word will do the rest. എന്ന് വെച്ചാൽ നീ ഇതുവരെയും കാണാത്തത് കാണും, ചരിത്രത്തിൽ നടക്കാത്തത് നടക്കും. Amen. ചരിത്രം മാറും. Praise God. Things will happen. Amen. Hallelujah. The same God is speaking to somebody this morning that he is going to restore your life. അതേ ദൈവം ഇന്ന് പകൽക്കാലം നിന്റെ റൂയിൻസിനെ നോക്കിക്കൊണ്ട് നിന്റെ ജീവിതത്തിലെ ഇടിവുകളെ നോക്കി സംസാരിക്കുകയാണ്. ഞാൻ നിന്നെ റിസ്റ്റോർ ചെയ്യാൻ പോകുകയാണ്. അത്ര പേർക്ക് ഇന്ന് പകൽക്കാലം മനസ്സിലാകും. He can restore your life. ഇത് ചുമ്മാതെ ഒരാൾ പറയുന്നതല്ല. The creator of the universe. Amen. And I don't think I will come to the verse which I read. But that's okay. Amen. Stotram. മടങ്ങി പോകുന്നു. So verse number, when you come, chapter 45, verse, the last couple of verses. God then in verse number 28, ഒന്ന് വായിച്ചാട്ടെ. Chapter 45, verse 28. Sorry, 44. Okay. So, God is saying here, like, I am the Lord who is the creator of this universe, and I am going to restore. And when I restore, I do it step by step. Praise God. I first blocks the plans of the enemy, then I speak my words. Praise God. Then God is saying, I need somebody,
I need somebody who dedicated to do the will of God so that I can execute my plans. ദൈവം പറയുകയാണ്, ദൈവം പടിപടിയായിട്ടാണ് ചെയ്യുന്നത്. ദൈവം എന്ത് ചെയ്യാണ്? സകലത്തെയും നിർമ്മിച്ച ദൈവം ഞാൻ റിസ്റ്റോർ ചെയ്യാൻ പോകുകയാണ്. പക്ഷെ ഞാൻ റിസ്റ്റോർ ചെയ്യുമ്പോൾ ഞാൻ ആദ്യം ശത്രുവിൻ്റെ പ്ലാനിനെ ബ്ലോക്ക് ചെയ്യും. നമ്പർ 2, ഞാൻ ഇടുവകളോട് സംസാരിക്കും. എൻ്റെ പ്ലാൻ ഞാൻ ഡിക്ലെയർ ചെയ്യും. നമ്പർ 3, എനിക്ക് എൻ്റെ ഹിതം ചെയ്യുന്ന ആരെങ്കിലും ആവശ്യമുണ്ട്. എന്തിനാണെന്നറിയാമോ? ഈ പ്ലാനുകൾ എക്സിക്യൂട്ട് ചെയ്യാൻ. Praise God. It's so interesting. God used a Persian, a foreign king, not a Jew, not a Jew. ദൈവം ഈ വലിയ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ ദൈവം ആരെയാണ് ഉപയോഗിച്ചത്? വലിയ പാരമ്പര്യമുള്ള യഹൂദനെയൊന്നുമല്ല. റൈറ്റ്? ലിസ്റ്റ് ഓഫ് ക്വാളിഫിക്കേഷൻ അങ്ങോട്ട് നിരത്തി വെച്ച് കൊടുക്കാൻ പറ്റുന്ന ആരെയുമല്ല. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പ്രാർത്ഥിക്കുന്ന യഹൂദനെയല്ല ദൈവം തെരഞ്ഞെടുത്തത്, ഒരു പേർഷ്യൻ കിങ്ങിനെ. പ്രൈസ് ഗോഡ്. നോട്ട് എ പ്രോഫറ്റ്, നോട്ട് എ പ്രീസ്റ്റ്, ബട്ട് എ വില്ലിംഗ് ഇൻസ്ട്രുമെന്റ്. Praise God. Somebody who wants to do the will of God. ഞാൻ പറയാം, നിങ്ങളുടെ ഏറ്റവും വലിയ സ്ട്രാറ്റജി എന്തായിരിക്കും അറിയാമോ? സ്റ്റാൻഡ് ഫോർ ദ വിൽ ഓഫ് ഗോഡ്. പ്രൈസ് ഗോഡ്. ഈ വർഷക്കാലം അനുഗ്രഹിക്കാൻ ഞാൻ ക്യാപ്സൂൾ പരുവത്തിൽ ഒരു കാര്യം നിങ്ങളോട് പറയാം. സ്റ്റാൻഡ് ഫോർ ദ വിൽ ഓഫ് ഗോഡ്. ആമേൻ. നോ ദ വിൽ ഓഫ് ഗോഡ്, accept the will of God, you won't be a failure. Praise God. Hallelujah. Amen. Stotram. In fact, the Creator God needs an agent, not an expert. Praise God. എക്സ്പേർട്ടിനെ അല്ല ദൈവത്തിന് ആവശ്യം. ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് നിന്നുകൊടുക്കാൻ താല്പര്യമുള്ള ഒരു ഏജന്റിനെ ദൈവത്തിന് വേണം. Praise God. When He speaks, you should be ready to do it. No matter whether it is it is logical or illogical. In human perspective, when God says something, you should be ready for that. The will of God. God is not limited by background. He is not limited by nationality. He is not limited by resume. Praise God. റെസ്യൂമേ ഒന്നും നോക്കി ദൈവം നമ്മളെ ആരെയും ഉപയോഗിക്കാൻ പോകുന്നില്ല. ഇഫ് വി ആർ നമ്മൾ എക്സ്പേർട്ടാണെന്ന് നോക്കി ദൈവം ഉപയോഗിക്കാൻ പോകുന്നില്ല. CV ഒന്നും ദൈവത്തിന് വിഷയമല്ല. ഇഫ് വി ആർ റെഡി ടു ഡു ദ വിൽ ഓഫ് ഗോഡ്, ലെറ്റ് മീ ടെൽ യു മൈ ബിലവഡ്, യു ആർ ഗോയിങ് ടു സീ മിറക്കിൾസ് വൺ ആഫ്റ്റർ അനദർ. And God is going to use you. ഇന്ന് പൽക്കാലം നമുക്ക് വേണ്ടത്, God is not limited by any other thing but availability. Praise God. നിന്റെ കഴിവുകളൊന്നും ദൈവത്തെ ലിമിറ്റ് ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ നീ അവൈലബിൾ അല്ലെങ്കിൽ, പ്രൈസ് ഗോഡ്, പിന്നെ ദൈവത്തിന് മുമ്പാകെ വേറെ ചോയ്സ് ഒന്നുമില്ല. സോ ഒരു വാക്യം ഇങ്ങനെയുണ്ട്. 2 Chronicles 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകത്തിലോട്ട് നിങ്ങൾ കടന്നു വരികയാണെങ്കിൽ 2 Chronicles chapter 16 verse 9 ഒന്ന് വായിച്ചാട്ടെ. 2 Chronicles chapter 16 verse 9. I like that beautiful verse. Praise God. I wanted to say it to you. To somebody this morning. യഹോവയുടെ കണ്ണ് തന്നിൽ ഏകാഗ്ര ചിത്തരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ എല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു. For the eyes of the Lord moves to and throughout the earth, that He may strongly support those whose heart is completely His. Hallelujah. If you are ready to do the will of God, my God is ready to exhibit, reveal His power through your dedication and willingness. Hallelujah. നിന്റെ കഴിവുകളിൽ കൂടെയല്ല, നിന്റെ സാമർഥ്യത്തിൽ കൂടെയല്ല, നിന്റെ അറിവിനകത്തു കൂടെയല്ല, മറിച്ച് നിന്റെ സമർപ്പണത്തിൽ കൂടെയും നിന്റെ വില്ലിംഗ്നെസ്സിൽ കൂടെയും നിന്റെ ഡെഡിക്കേഷനിൽ കൂടെയും ദൈവം തന്റെ ശക്തി വെളിപ്പെടുത്തുന്ന ഒരു വർഷമായി മാറട്ടെ. Are you ready for that? എത്ര പേർ അതിന് തയ്യാറാകും? Amen. Praise God. If you are ready to do God's will, God will restore someone
through you. If you're ready to stand for the will of God, He will rebuild something, amen, praise God, around to you. Amen. If you are ready to do the will of God, God will lay foundations in you. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം യെശയ്യാവ് പറഞ്ഞതുപോലെ പറയാം, Here I am, O Lord, send me. Hallelujah. കർത്താവേ, ഞാനിതാ, എന്നെ അയക്കണമേ എന്ന് ഇന്ന് പകൽക്കാലം നമ്മൾ ദൈവസന്നിധിയിൽ സമ്മതിച്ചു കൊടുത്താൽ, let me tell you, this is going to be a year of restoration. Praise God. I think my New Year message is not yet come to an end. Praise God. I'm going on. ആമേൻ, സ്തോത്രം. 2026 ആമേൻ, ദൈവം നമ്മെ റിസ്റ്റോർ ചെയ്യും. കാരണം ആമേൻ, സ്തോത്രം, നമ്മൾ ഒരു റാൻഡം പേഴ്സൺ അല്ല നമ്മളെ റിസ്റ്റോർ ചെയ്യാൻ പോകുന്നത്, ദി മാനുഫാക്ചർ ഓഫ് അവർ ലൈഫ്. Also, you need to say and accept this. I am not a finished product. We are not a finished product. We are still under process. Praise God. God is still building us up. Praise God. ഇവിടെ ഇരിക്കുന്ന ആരും ഫിനിഷ്ഡ് പ്രോഡക്റ്റ് അല്ല. ദൈവം നമ്മെ ഇപ്പോഴും പണിതുകൊണ്ടിരിക്കുകയാണ്. And this year we are going to see the work of God in our life. Praise God. Hallelujah. ഞാൻ വായിച്ച ഭാഗത്തോട്ട് കടന്നു വരാൻ സാധിച്ചില്ല. പക്ഷേ എൻ്റെ മെസ്സേജ് ഞാൻ ഇവിടെ നിർത്തുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കൽക്കാലം എല്ലാ ദൈവമക്കളും ഒരു നിമിഷം ഒന്ന് കണ്ണുകൾ അടച്ചാട്ടെ. I mean, can you stand in the presence of the Lord? And how many want to be rebuilt? എത്ര പേര് ഇന്ന് പകൽക്കാലം ഒന്ന് ഒരു ദൈവത്തോട്, കർത്താവേ, I want to be rebuilt, എന്നെ ഒന്ന് റീബിൽഡ് ചെയ്യണമെന്ന് എത്ര പേര് പ്രാർത്ഥിക്കും? പ്രൈസ് ഗോഡ്. ഐ വാണ്ട് ടു സീ യുവർ വർക്ക് ഇൻ മൈ ലൈഫ്. നിന്റെ കരം ഞാൻ കാണാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവേ, നീ എന്നെ പണിയണമേ. ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആൻഡ് ഇഫ് യു ആർ റെഡി ടു ബി റീബിൽഡ്, God is going to speak to the ruins. Hallelujah. Amen. He knows, amen, your brokenness. He knows your weaknesses. He knows your problems. He knows what you are going through, and He is going to speak. Amen. His life-giving, His creative word is going to be declared over your life this morning. Hallelujah. നിന്റെ ജീവിതത്തെ നോക്കിക്കൊണ്ട് ദൈവം സംസാരിക്കാൻ പോകുകയാണ്. ആമേൻ. ഹല്ലേലൂയ. നിർമ്മിക്കുവാനും ആമേൻ സൃഷ്ടിക്കുവാനും പുനഃസൃഷ്ടിക്കുവാനും കഴിവുള്ള ദൈവത്തിന്റെ വചനം, ഉണങ്ങിയ അസ്ഥികളെ മടക്കിക്കൊണ്ട് വരുവാൻ കഴിവുള്ള ദൈവത്തിന്റെ വചനം. ആമേൻ. ഇന്ന് പകൽക്കാലം ചരിത്രത്തിൽ ഒരിക്കലും നടന്നിട്ടില്ലാത്തത് നിന്റെ ജീവിതത്തിൽ നടത്തി നിന്നെ റിസ്റ്റോർ ചെയ്യുവാൻ, റീഎസ്റ്റാബ്ലിഷ് ചെയ്യുവാൻ കഴിവുള്ള ദൈവത്തിന്റെ വചനം ഇന്ന് പകൽക്കാലം ദൈവം സംസാരിക്കുകയാണ്. And God is promising that this year is going to be a year of restoration. Hallelujah. And He will rebuild us. He will make us new. Hallelujah. He is an expert builder, and let us submit our lives into the hands of our Creator God. ആമേൻ. ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പണിതെടുത്തു നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പണിതെടുത്തു നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. നഷ്ടങ്ങളിലും പതറിയിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ.
ഞാനെന്നും നിന്റെ ദൈവം. ഹല്ലേലൂയ. നീ ഓ നിന്റെ വിശ്വാസമോ ഭംഗം വരികയില്ല, അതു പ്രാപിച്ചിടും നിശ്ചയം. അതു പ്രാപിക്കുമ്പോൾ നഷ്ടം ലാഭമാകും, ദുഃഖം സന്തോഷമായി മാറിടും. നിന്റെ വിശ്വാസമോ ഭംഗം വരികയില്ല, അതു പ്രാപിച്ചിടും നിശ്ചയം. അതു പ്രാപിക്കുമ്പോൾ നഷ്ടം ലാഭമാകും, ദുഃഖം സന്തോഷമായി മാറിടും. ആമേ. നഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം. നീ എന്നും എന്റേതാണേ, ഞാനെന്നും നിന്റെ ദൈവം. നീ എന്നും നിന്നെ കുറ്റം വിധിച്ച് തള്ളിക്കളഞ്ഞെന്നാലും പിന്മാറിപ്പോയിടല്ലേ. പീറുപ്പില്ലാതെ മുൻപോട്ടു പോകുവാൻ യേശുവെന്നും നിന്റെ കൂടെ. നിന്നെ കുറ്റം വിധിച്ചു തള്ളിക്കളഞ്ഞെന്നാലും പിന്മാറിപ്പോയിടല്ലേ. പീറുപ്പില്ല. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. നഷ്ടങ്ങളിലും ഓ നഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം. നീ എന്നും എന്റേതാണേ, ഞാനെന്നും നിന്റെ ദൈവം. ആമേൻ. ഓ നിന്റെ വിശ്വാസമോ ഭംഗം വരികയില്ല, അതു പ്രാപിച്ചിടും നിശ്ചയം. അതു പ്രാപിക്കുമ്പോൾ നഷ്ടം ലാഭമാകും, ദുഃഖം സന്തോഷമായി മാറിടും. നിന്റെ വിശ്വാസമോ ഭംഗം വരികയില്ല, അതു പ്രാപിച്ചിടും നിശ്ചയം. ആമേൻ. അതു പ്രാപിക്കുമ്പോൾ നഷ്ടം ലാഭമാകും, നിന്റെ സന്തോഷമായി മാറി. നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പണിതെടുത്തു നല്ല പൊന്നാക്കുവാൻ. ആമേൻ. അല്ലയോ ഈ ശോധന. നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ ഹല്ലേലൂയ. ആമേൻ. നീ പണിതെടുത്ത് നല്ല പൊന്ന. ആമേൻ. ഹല്ലേലൂയ. നിന്നെ തകർക്കുവാനോ നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന. ആമേൻ. നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന. ഹല്ലേലൂയ. ഓ നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന. നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന. നിന്നെ പണിതെടു. ഹല്ലേലൂയ. നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന. നിന്റെ വിശ്വാസമോ ഭംഗം വരികയില്ല, അതു പ്രാപിച്ചിടും നിശ്ചയം. ആമേൻ. അതു പ്രാപിക്കുമ്പോൾ നഷ്ടം ലാഭമാകും, ദുഃഖം സന്തോഷമായി മാറിടും. നിന്റെ വിശ്വാസമോ ഭംഗം വരികയില്ല, അതു പ്രാപിച്ച്. ശക്തിയോടെ കരങ്ങളെ തട്ടി ഹല്ലേലൂയ. റബന ശാംദൽ കമന ഗഡഗജന അർത്ഥലരഗദ ശൈതാന റഗൽ ഹദുലരഗഡഗജന. ഓ നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന. ആമേൻ. ആമേൻ. രാജ രഗന ശൈതലരഗന നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ. ആമേൻ.
ഓ റബസധര ഘടകജന ധനം ധന റബലസധന ഘടകജന ഔഥാ ശബാനറകൾ ഖവനര ഘടകജന നിന്നെ തകർക്കുവാനോ നിന്നെ വിശ്വസിക്കുന്നവർ പാടി ആരാധിച്ച് ഹല്ലേലൂയ അഖൽ ഖമാ ശദന റിഗതരം ശദനർ ഘടകന അംദൽ ശാര ഖബാര തലര ഘടകജന സൈതരേ ഹല്ലേലൂയ റബശംദുൽ ഖമന നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ ഹല്ലേലൂയ അംദല ചൂടബല അംദല അർത്ഥ രാജ ശൈദ അർത്ഥ രഗന ശൈദ രഗദ അർത്ഥ ശമന രഗദല അംദല രഗദ ശൈദ രഗന രഗദല നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന നിന്നെ പണുതേട അംശ രഗന ജഗന ചൂട രമന ശാന്ത രഗന രഗദല അർത്ഥല രഗന ഓ നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന ഹല്ലേലൂയ ശാരഗലം തലരഗന ജഗന ജഗന അർത്ഥല രഗദ ശബ്ദ രാജ ഭീലബലം ശഗര അർത്ഥല രഗന രഗദല അർത്ഥല രഗദ ശൈദ അംധ രാജ രഥ ചാല രഗന രഗദല ശൈദല രഗദല അർത്ഥല ചൂടബ രഗദ ശബ്ദ അർത്ഥ നാദ ശേഖ അർത്ഥ രഗദ ശൈദല ചൂട രഗദ ശബ്ദല രാജ രഗദ അംധേ രാജ ശൈദേ അർത്ഥ രാജ ചൂട രമന ശൈദല ഹല്ലേലൂയ നല്ല പൊന്നാക്കുവാ നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ ഹല്ലേലൂയ.